ഹലോ ഗൈസ്, ഐ ആം ബിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വ്ളോഗോ അല്ലെങ്കിൽ എൻ്റെ ഒരു കണ്ടൻറ്റോ ഒന്നുമല്ല. നമ്മളെല്ലാവരും ഇപ്പം അനുഭവിക്കുന്നൊരു കാര്യമാണ് പറയുന്നത്. ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് 28 ഏപ്രിലാണ്, 28 ഏപ്രിൽ 2026. ഇന്ന് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒരു പയ്യൻ, ആ പയ്യൻ്റെ മരണോ, അതായത് എൻ്റെ ഏജ് ഗ്രൂപ്പിലേക്ക് വരുന്ന ഒരു പയ്യനും ആ പയ്യനുമായിട്ടുള്ള മരണോ അനുബന്ധിച്ചാണ് ഈ ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഹർത്താൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് തന്നെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഒട്ടും യോജിപ്പില്ലാത്ത ഒരു കാലമാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹർത്താലിൽ എല്ലാവരും പ്രതിഷേധിക്കുവാണ്. ജനങ്ങളെല്ലാവരും പ്രതിഷേധിക്കുകയാണ് ഈ ഹർത്താലിനോട്. ഓക്കെ, അവരുടെ നീഡ്സ്, ബേസിക് നീഡ്സാണ് തടയുന്നത്. ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളും, ഞാൻ ഒരു തമിഴ്നാട്ടിൽ ഒരു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അവിടെ ഞാൻ ഇവിടെ 3 വർഷമായിട്ട് ആ കോളേജിൽ പഠിക്കുന്നു. അതായത് തമിഴ്നാട്ടിൽ 3 വർഷമായിട്ട് പഠിക്കുന്നു. അവിടെ ഇവിടെ ഇങ്ങനെ ഒരു സ്ട്രൈക്കോ, ഒരു സ്റ്റുഡൻറ് തമ്മിലുള്ള സ്ട്രൈക്കോ, അല്ലെങ്കിൽ പോട്ടെ ഒരു ഹർത്താൽ, വേറെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മുടക്കുന്ന കാര്യങ്ങളോ, ബേസിക് അവിടുത്തെ കളക്ടർ കൊടുത്തിരിക്കുന്ന ലീവുകളോ, അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്ന ലീവുകളോ ഒന്നും അല്ലാതെ അവിടെ ഇങ്ങനൊരു ഹർത്താലോ അല്ല സ്ട്രൈക്കോ ഒന്നും വരാറില്ല. അതേപോലെ തന്നെ ആയിരിക്കും മറ്റ് സംസ്ഥാനങ്ങളിലും, കർണാടകയിലും എല്ലാം. എന്തുകൊണ്ട് ഈ കേരളത്തിൽ ഇങ്ങനെ? ഇവിടുത്തെ ഗവൺമെൻറ് ഇങ്ങനെ ആയതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണകൂടത്തിനെ പേടിയില്ലാത്തതുകൊണ്ടാണ്? എന്താ ഇങ്ങനെ? ഇപ്പം നമുക്ക് ഇവിടെ ഞാനിപ്പോൾ ന്യൂസിൽ കണ്ടു, ഒരു 2 ചേച്ചിമാർ അവരവരുടെ മക്കളെയൊക്കെ കൊണ്ട് യാത്ര ചെയ്യുകയാണ്. അവർക്കുണ്ടായൊരു ബുദ്ധിമുട്ട്, അവരതിനെ പ്രതികരിച്ചു. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഞങ്ങൾ ഇന്നലെ 12 മണിക്ക് അവിടെ എറണാകുളം ഒക്കെ വന്നപ്പോ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ഞങ്ങൾ പുനലൂർക്ക് പോകണം. അതെ, ഇല്ല, അറിഞ്ഞില്ല. എന്ത് കേട്ടോണ്ടാ നിങ്ങൾക്ക്? ഒന്നും വന്നിട്ടില്ലല്ലോ ആർക്കും. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് 12 മണിക്ക് ഇറങ്ങിയത് ഈ പൊടിക്കുഞ്ഞുങ്ങളെയും കൊണ്ട്. അറിയാവോ? ഞങ്ങൾ അറിയുന്നില്ല, ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ അറിയുന്നേ സമരമാണെന്ന്. എന്തുണ്ടായി? ന്യൂസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, യാത്രക്കാർക്ക് തടസ്സം ഉണ്ടാക്കരുതെന്ന്. KSRTC ബസ് വിടണമെന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് അവർ വിട്ടില്ല? ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളുടെ പൊടിക്കുഞ്ഞുങ്ങളോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വായിക്കാത്തത് കേട്ടോ. ഒരു ചിന്തിക്കാനുള്ള കഴിവില്ലേ? നാളെ ഒരു കാലത്ത് അവന്മാരുടെ വീട്ടിലായിരുന്നു അവന്മാർ ഇത് ചെയ്തേ. അവന്മാരുടെ ഭാര്യമാരെല്ലാം ജോലിക്ക് പോകുന്നില്ലേ? അവര് എൻ്റെ നാടായ പുനലൂരിലേക്ക് വരാൻ പോകുന്ന 2 ചേച്ചിമാരാ, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നവരാ. അവർക്കുണ്ടായ അനുഭവം അതേപോലെ എത്ര ഇപ്പം തിരുവനന്തപുരത്ത് ബസ് അടഞ്ഞേക്കുക, കളിക്കവള തമ്പാനൂരിൽ നിന്നും കളിക്കവളയിലോട്ടും, അതേപോലെ തന്നെ പാറശാല നെയ്യാറ്റിൻകരയിലൊക്കെ പോകുന്നവർ അവിടെ കിടന്നുകൊണ്ട് 2 മണിക്കൂറായിട്ട് അവിടെ ഡിലേ ആയിട്ട് കിടന്നവർ അവിടെ സംസാരം ഉണ്ടാക്കുക. ഇതിന് പ്രതികരിക്കേണ്ടത് നമ്മളാണ്. ഇപ്പം ഇവർക്ക് ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇവർ കുട്ടികളെ കൊണ്ടാണ് വരുന്നത്. ഇവർ ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് KSRTC എന്ന് പറയുന്ന ബസ്. ഇത് തടയാൻ ആർക്കാണ് അധികാരം? നമ്മുടെ ഗവൺമെൻറ് പോലീസുകാർക്ക് അധികാരമുണ്ടോ? ഒക്കെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക്, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒഫീഷ്യലായിട്ടുള്ള മിനിസ്റ്റേഴ്സ്, അവർക്കൊക്കെ എന്തെങ്കിലും ഇൻസ്പെക്ഷൻ്റെ ഒക്കെ ഭാഗമായി തടയാം. അല്ലാതെ ഈ സമരം ചെയ്യുന്നവന്മാർക്ക് എന്ത് യോഗ്യതയും എന്ത് അധികാരമാണ് ഇത് തടയാൻ? ഇവന്മാർക്ക് ഒരു പേടിയില്ല. ഇത് തടഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു രീതിയിലുള്ള ഭവിഷ്യത്തുകളും ഉണ്ടാകില്ല എന്നുള്ള ധൈര്യം കൊണ്ട് മാത്രമല്ല ഇവന്മാർ ഇത് തടയുന്നത്, അല്ലേ? അതെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കേരളത്തിൽ എന്തോരം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്? ഈ ഇങ്ങനെ സമരം ചെയ്യാൻ ഇറങ്ങുന്നവരെ നല്ല ചൂരലും എടുത്ത് അടിച്ച് ഒട്ടിച്ച പ്രശ്നമുണ്ടോ? സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വരുമ്പം അത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കാര്യമുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇവർ സമരം ചെയ്യാൻ വരുന്നത്. വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. അവിടെ അതും വേറെ ഒരു സ്ഥലത്തും പ്രശ്നം ഉണ്ടാക്കാത്ത സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മാത്രമായിരിക്കും പ്രക്ഷോഭം നടക്കുന്നത്. അവിടെ അടിയും വഴക്കും ജലവീരങ്കി അടിയും മറ്റേതും മറിച്ചതും എനിക്കറിയത്തില്ല എന്തൊക്കെ പ്രശ്നങ്ങളാണ്. എന്നാൽ അതെന്താ ഇങ്ങനെ? ഇതിപ്പോൾ എല്ലാവരെയും അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമില്ലേ? കേരളത്തിലെ എല്ലാ ജനങ്ങളെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമില്ലേ? കേരളത്തിൽ വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമില്ലേ? അപ്പം ഇതെന്താ ഈ കാര്യങ്ങളെന്താ ഇവിടെ യൂസ് ചെയ്യാത്തത്? വൈ? എന്തുകൊണ്ട് ഇവിടെ യൂസ് ചെയ്യുന്നില്ല? ഇതൊക്കെ ചോദ്യം ചെയ്യേണ്ടത് നമ്മൾ ജനങ്ങളാണ് ചോദ്യം ചെയ്യേണ്ടത്. ഇപ്പം ഈ 2 പേര്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ആൾക്കാർ ഇത്രയും ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്. അതായത് സമരത്തിനോടൊന്നും യോജിക്കാതെ ചെയ്യുന്നത്. ഒരു പയ്യൻ, ശരിയാണ്, ഒരു പയ്യനൊരു ദുരനുഭവം ഉണ്ടായി, അതിന്
ബാക്കി വരുന്ന ജനങ്ങളെ അല്ലെങ്കിൽ എന്നെ പോലെ അവനെ പോലെ അല്ലെങ്കിൽ ഞാനും മറ്റുള്ള കുട്ടികളും ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടാണോ ചെയ്യേണ്ടത്? ഞങ്ങളെല്ലാം ആ പയ്യൻ്റെ കൂടെ തന്നെയാണ്. അവനിങ്ങനെ ദുരനുഭവം ഉണ്ടാകാൻ കാരണം ആരാണ്? അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവം ഉണ്ടായ സ്ഥലങ്ങളിലോ പോയി ഇത് ചെയ്യണം. ആ പയ്യൻ്റെ ആത്മാവിന് പോലും ഇത്തരത്തിലൊരു ഒരു ഇങ്ങനെയൊക്കെ ഇത് ചെയ്യുന്ന ആ പയ്യനല്ലേ നിങ്ങൾ ഈ പറയിക്കുന്നത്? ഈ ജനങ്ങളെല്ലാം പറയുന്ന ആ ചെറുക്കനുണ്ടെങ്കിൽ ഞങ്ങളെന്നോണമെന്നൊക്കെ ചോദിക്കുന്നത്. ഇന്നലെ വരെ ആ ചെറുക്കനെ കുറിച്ച് നല്ലത് പറഞ്ഞവർ ഇന്നവരെ ഈ ഒരു സംഭവം കൊണ്ട് തന്നെ ഇത് വേറെ എന്താണ് ഇവിടെ നടക്കുന്നത്? എനിക്ക് പറയാതെ ഞാൻ യൂട്യൂബിലൊന്നും ഇത് പറയണമെന്നോ ഒന്നും ആഗ്രഹിച്ച് ഒരാളല്ല. ബേസിക്കലി ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്താണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. ഞാനും വോട്ട് ചെയ്തിട്ട് ഉള്ള ഒരു വ്യക്തിയാണ്. ഇത് ഈ നമ്മുടെ കേരളത്തിലെ നിയമവ്യവസ്ഥകളെ പേടിയില്ലാത്തത് കൊണ്ട് മാത്രമാണിത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്തത്. പക്ഷെ ഓൾ ഇന്ത്യ ഉള്ളൊരു പ്രോസസ്സാണിത്. എല്ലാ ഇന്ത്യയിലും ഇങ്ങനൊരു സംഭവമുണ്ട് എങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഇത് കേരളത്തിൽ മാത്രം എന്ത് ഇങ്ങനെ കാണിക്കുന്നത്? കേരളത്തിലെ ജനങ്ങൾ എന്തോ പൊട്ടന്മാരാണോ? ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയും കാര്യങ്ങളും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളത്. എന്നിട്ട് എന്താ ഇങ്ങനെ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് കേരളത്തിലുള്ളവർ മാത്രമാണോ അനുഭവിക്കുന്നത്? അല്ല, എനിക്കറിയാം തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ പഠിക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ഉള്ള കന്യാകുമാരി നിന്നൊക്കെ ഉള്ളവർ ട്രിവാൻഡ്രം എയർപോർട്ടിലോട്ട് വരാറുണ്ട്. അവരുടെ അടുത്തുള്ള എയർപോർട്ട് ട്രിവാൻഡ്രം എയർപോർട്ടാണ്. അവരെ ഇത് ബാധിക്കത്തില്ലേ? അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തമിഴ്നാട് കർണാടകയൊക്കെ ഷെയർ ചെയ്യുന്ന എത്ര ഇത് നമ്മുടെ കേരളത്തിലുണ്ട്. അവർക്കൊക്കെ ഇത് ബാധിക്കത്തില്ലേ? കേരളത്തിലുള്ളവർക്ക് മാത്രമാണോ ബാധിക്കുന്നത്? തമിഴ്നാട്ടിലുള്ളവർക്കൊക്കെ ഇത് അവിടെ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് അത്ഭുതവും ചിരിയും കളിയാക്കാമെന്നുള്ള ഒരു വക മാത്രമാണ്. ഞാൻ പറയട്ടെ, ഇതിനെതിരെ നമ്മൾ ഓരോരുത്തരും പ്രതികരിക്കും. ഈ ഹർത്താലുകളെ ഇനിയെങ്കിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇത് പരാജയപ്പെടുത്തണം. ഹർത്താൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എന്തുവാ പറയേണ്ട ഒരു വിജയം കണ്ടെത്താനുള്ളൊരു മാർഗ്ഗമല്ല. ഹർത്താലിലൂടെയാണോ നിങ്ങൾക്ക് പ്രതിഷേധം കാണിക്കേണ്ടത്? മറ്റൊരാളുടെ എന്താ പറയണ്ടേ സ്വാതന്ത്ര്യത്തിൽ ഇടപെട്ടിട്ടാണോ ഓരോരുത്തരുടെയും നീതി നടപ്പിലാക്കേണ്ടത്? അല്ല 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 നമുക്ക് മറ്റ് നമ്മുടെ ആൾക്കാരൊക്കെ സ്വാതന്ത്ര്യം മേടിച്ചെന്നത് ഇതിനാണോ? അല്ല. ഇതിപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ എല്ലാവരുടെയും സ്വാതന്ത്ര്യത്തെ അതിൽ തലയിട്ട് നമ്മുടെ നീഡ്സിനെ തടഞ്ഞു വെക്കുകയാണ്. നമ്മുടെ ഈ 24 മണിക്കൂറിലുള്ള നീഡ്സ് എന്തിനാണ് നമ്മൾ, അല്ലെങ്കിൽ 12 മണിക്കൂറുള്ള നീഡ്സ് എന്തിനാണ് നമ്മൾ മാറ്റി വെക്കുന്നത്? അതാണോ ഇതിൻ്റെ മാർഗം? ഒന്നാമത്തെ കാര്യം, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഈ ഒരു സംസ്ഥാനത്തെ ഭയമില്ല. ഇവിടെ എന്തുമാകാമെന്നുള്ള ഒരു പശ്ചാത്തലമാണ്. എന്തുമാകാം. ഇവിടെ പോലീസുകാരൊക്കെ ചൂരിലെടുത്ത് ഒറ്റ എല്ലാത്തിനും അടിച്ചു പിടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ബേസിക്കായിട്ട് ചോദിക്കും. എനിക്ക് അറിഞ്ഞൂടെ എൻ്റെ നിയമാവശങ്ങളൊന്നും. അടിച്ചു പിടിച്ച് എന്തെങ്കിലും കുഴപ്പമാണോ? ഈ സെക്രട്ടറിന് മുമ്പ് ഇവരും അടിച്ചു പിടിക്കുന്നില്ല. അതേപോലെ അടിച്ചു വേണം ഈ സമരം ചെയ്യുന്നവരെ, KSRTC തടയുന്നവരെ അതിൻ്റെ പിഴയും കാര്യങ്ങളും കൊടുത്ത് പിടിച്ചോണ്ട് പോകണം. ഇപ്പം ഞാൻ ഈ കാണുന്ന വിഷ്വൽസിലൊന്നും പോലീസുകാർ പോലും ഇടപെടുന്നില്ല. അവരടുത്ത് പറയാം, മീഡിയക്കാരെല്ലായിടത്തും ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കിതെല്ലാം ചിത്രീകരിച്ച് നമ്മളെ കാണിക്കാം, നമ്മൾ ജനങ്ങളെ അറിയിക്കാം. അല്ലാതെ എന്തോ ചെയ്യാനാ മീഡിയക്കാർ വരെ അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പോകണമെങ്കിൽ നാളെ മീഡിയയെ വരെ ഇവർ ഹർത്താലിൻ്റെ പേരിൽ അടച്ചു പൂട്ടിയോ? എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓരോരുത്തരും ഓരോ സമയത്ത് വോട്ട് കൊടുക്കും. ആ വോട്ട് കൊടുക്കുന്നവർ ഇവിടെ നിന്ന് ഭരിച്ച് ഇങ്ങനെയായി. എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നും പറയാനൊന്നും താല്പര്യമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഈ ഹർത്താൽ സ്ട്രൈക്ക് എന്നൊക്കെ പറയുന്ന കണ്ടന്റ്, ഈ ഒരു ടോപ്പിക്ക്, ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു സംഭവം ഇത് കേരളത്തിൽ നിന്നും പൂർണ്ണമായി തുടച്ചു മാറ്റണം. എത്ര ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എത്ര ഡെവലപ്ഡ് കൺട്രിയാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെ പോകത്തുള്ളൂ. ഈ ഒരു കാര്യങ്ങൾ കൊണ്ടാണ് കേരളം ഇങ്ങനെ പോകുന്നത്. എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നി. കാരണം എത്ര ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്, എത്ര ജനങ്ങൾ. എക്സാം ഒരു ആൾക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ എക്സാം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ആ എക്സാം എഴുതാൻ പോകുന്നവർ പോലും ഹോളിൽ എത്താൻ പറ്റാതെ ബ്ലോക്കിലായി കിടക്കും. അവരുടെ ഭാവിയാണത്, അവരുടെ ചാൻസാണത്. ചിലപ്പോൾ എത്ര മാസം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ എക്സാം എഴുതാൻ പറ്റുന്നത്? എത്ര എക്സാം എഴുതിയാലായിരിക്കും ആ എക്സാം ക്വാളിഫൈ ആവുന്നത്? നീറ്റും കീമൊക്കെ പോലെയുള്ള എക്സാമുകളൊക്കെ ആയിരിക്കും നടക്കുന്നത്. ഇതൊക്കെ
ഇതൊക്കെ ആര് ഞങ്ങൾക്ക് തരും? ഈ പോകുന്ന ടൈം ഞങ്ങൾക്ക് ആര് തരും? ഈ ഗവൺമെൻറ് ഇതിനെക്കുറിച്ചൊരു ഇതെടുക്കുക. എന്തുകൊണ്ട് എടുക്കുന്നില്ല? ഇതിന് ഇങ്ങനെ ഒരു ഇത് പാടില്ല. അതെങ്ങനെയാ? നമ്മുടെ പാർട്ടി മെയിൻ പാർട്ടികൾ തന്നെയല്ലേ ഇതൊക്കെ ആഹ്വാനം ചെയ്തത്. അപ്പോൾ അവർക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇവിടെ മിനിസ്റ്റർ, ഹോം മിനിസ്റ്റേഴ്സ് എത്ര പേരുണ്ട്, പോലീസ്, എത്ര പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. ഇതൊക്കെ ബ്ലോക്ക് ചെയ്യാനല്ലേ നമ്മൾ. പോലീസ് എന്ന് പറഞ്ഞ ആൾക്കാർ പോലും ഇവിടെ പേടിയില്ല. എന്താണ് ഇവിടെ ഇങ്ങനെ? ഇതെന്ന് മാറും? ഇത് മാറുമോ അറിയില്ല. ഇപ്പം എത്ര റൈറ്റ്സാണ് പോയേക്കുന്നത്. ഇതിനെല്ലാം പ്രതികരിക്കേണ്ടത് നമ്മൾ ജനങ്ങളാണ്. ജനങ്ങൾ ഇതിന് പ്രതികരിക്കണം. ഇപ്പോൾ കുറേ പേര് പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ പ്രതികരിക്കണം. അങ്ങനെ ഈ ഹർത്താൽ എന്ന് പറയുന്ന സംഭവം നമ്മുടെ കേരളത്തിൽ വേണ്ട. നമുക്ക് വേണ്ട ഹർത്താൽ. എന്തിനാ ഹർത്താൽ? വേണ്ട. ഹർത്താലിൻ്റെ ആവശ്യം നമുക്കില്ല. ഹർത്താലിലൂടെയല്ല ഒരു പ്രതിഷേധം കാണിക്കേണ്ടത്. അതിന് പല മാർഗങ്ങളുണ്ട്, പല രീതികളുണ്ട്. ഇത്ര പറയണമെന്ന് തോന്നി. എന്തായാലും നല്ലൊരു ഈ ഹർത്താൽ എന്തിൻ്റെ പേരിലാണെന്ന് അറിയാം നമുക്ക് എല്ലാവർക്കും. അവയിൻ്റെ പേരിലാണ്. ഓക്കെ, അപ്പം ഹർത്താൽ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് എനിക്കൊന്നും അറിയില്ല. പക്ഷേ ആ പയ്യന് നീതി ലഭിക്കേണ്ടത് തന്നെയാണ്. അത് ഹർത്താലിലൂടെ എന്നല്ല, അത് നീതി ലഭിക്കേണ്ടതാണ്. നീതി ലഭിക്കും. അതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും പോരാടാം. അതിനുവേണ്ടി നമുക്ക് സംസാരിക്കാം. ഓക്കെ, അല്ലാതെ ഹർത്താലിൽ ഇത്ര ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെട്ട് നടത്തുന്നതിന് എനിക്ക് താല്പര്യമില്ല. എനിക്കെന്നല്ല, എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പറയും. അതിന് ആൾക്കാരെങ്ങനെ എടുക്കുന്നു എന്നൊന്നും എനിക്കറിയണ്ട. ഞാനൊരു ആൾക്കാരെയും ഒരു വ്യക്തിയെയും ചൂഷണമായി പറയുന്നില്ല. കോമൺ ആയിട്ട് എനിക്ക് മനസ്സിൽ തോന്നി പറയാൻ മാത്രം. അത് ഇത്രയും കണ്ടപ്പോഴാണ് എനിക്ക് എൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ എന്നെ കാണുന്നവരെ എനിക്ക് പറയണമെന്ന് തോന്നി. എന്നിൽ നിന്ന് ഈ വാക്കുകൾ കേട്ട് ചിലപ്പം ആർക്കെങ്കിലും പ്രതികരിക്കണം തോന്നിയാൽ പ്രതികരിക്കണം. നമുക്ക് പ്രതികരണ ശേഷി ഇല്ലാത്തതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു അന്തി വരും. പ്രതികരിക്കുക തന്നെ വേണം. എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. ഈ ഒരു പ്രശ്നം, ഈ ഒരു ഹർത്താൽ മുഖേന ആർക്കും ഒരു ദോഷം ഉണ്ടാവാതെ ഇരിക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല. കാരണം കുറേ പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. എങ്കിലും മറ്റു രീതിയിൽ ശാരീരികമായോ വല്ല ഒരു പ്രശ്നം ഉണ്ടാവാതെ എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ഞാൻ ഇനിയും വരും. താങ്ക് യു.